ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഗ്യാബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ പാക്സി തോമസ്. ഇന്ന് നമുക്ക് ഗ്യാബീസ് വേൾഡിൽ സെയിൽസിനായിട്ട് എത്തിയിട്ടുള്ളത് കോസ്മോസ് പ്ലാന്റ്സിൻ്റെ ചെടികളാണ്. ഒരു ഷോർട്ട് വീഡിയോയിൽ അറിയിച്ചിരുന്നു കോസ്മോസ് പ്ലാന്റ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് റെഡിയായി എത്തിയിരിക്കുന്നു. ഒരു 3 കളറിലെ പൂക്കളോടുകൂടിയ കോസ്മോസ് പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ റെഡിയായി എത്തിയിട്ടുള്ളത്. ഈ 3 കളറ് ഇത് കോസ്മോസ് പ്ലാന്റ്സ് എല്ലാം തന്നെ ഇപ്പോൾ ഓരോ പൂക്കളായിട്ടുള്ളൂ കേട്ടോ. നിറച്ച് മുട്ടുകളാണ്. എല്ലാത്തിലും 1-2 പൂക്കളേ ഉള്ളൂ. ബാക്കി നിറയെ വിരിയാനുള്ള മുട്ടുകളാണ്. ഇത് പൂക്കളാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു നമ്മൾ. കാരണം എന്നാലല്ലേ ഏതൊക്കെ കളർ ഏത് ചെടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓരോ പൂക്കളായപ്പോൾ വേഗം കൊണ്ടുവന്നതാണ് വീട്ടിൽ നിന്ന്. ഇത് നമുക്കൊരു വീട്ടുകാർ റെഡിയാക്കി തരുന്നതാണ്. വിത്ത് മുളപ്പിച്ച് പ്ലാന്റാക്കി പൂക്കളോടുകൂടി നമുക്ക് ഒരു വീട്ടുകാരെ നമുക്ക് തയ്യാറാക്കി തരുന്നത്. ഗ്യാബീസ് വേൾഡിൽ മിക്ക പ്ലാന്റ്സും വീട്ടുകാരാണ് നമുക്ക് തയ്യാറാക്കി തരുന്നത്. ഇപ്പം മണിമുല്ല വീട്ടിൽ ആരാണ് മണിമുല്ല തൈകൾ ചെയ്തു തരുന്നത്. ബൊഹീനിയ 10 മണി വരെ ഓരോ വീട്ടുകാരാണ് നമുക്ക് റെഡിയാക്കി തരുന്നത്. 10 മണി ചെടികൾ വരെ ഒരു 33ഓളം വീട്ടുകാരുണ്ട് അങ്ങനെ ചെയ്തു തരാനായിട്ട്. ഞങ്ങൾക്ക് വീടുകളിൽ ചെയ്യുന്ന ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല മണ്ണിലായിരിക്കും, നമ്മുടെ നാടൻ മണ്ണിലായിരിക്കും, നമ്മുടെ കാലാവസ്ഥയെ പിടിച്ച ചെടികളായിരിക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടാനൊക്കെ പിടിച്ചു കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, വീടുകളിൽ തയ്യാറാക്കുന്ന ചെടികളുടെ പ്രത്യേകത. അപ്പം ഇപ്പം നമുക്ക് ഈ കോസ്മോസ് പ്ലാന്റിനെ കുറിച്ചൊന്ന് പറഞ്ഞേക്കട്ടെ. ഇത് നല്ല വെയിലത്താണ് നടേണ്ടത്, വെയിലത്താണ് വെക്കേണ്ടത്. നല്ല വെയിലത്ത് വെക്കണം. ഈ കാലാവസ്ഥയിൽ 2 നേരം തന്നെ നന വേണം. പിന്നെ ഇതിന് വളമായിട്ട് പൂക്കൾക്ക് ഒന്ന് എണ്ണം കുറയുമ്പോഴോ പൂക്കളുടെ വലിപ്പമൊക്കെ കുറയുമ്പോൾ നമുക്ക് ഇതിൽ ചാണകപ്പൊടിയോ NPK പോലെയുള്ള വളങ്ങളൊക്കെ ചെയ്യാം. ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കട്ട് ഫ്ലവറായിട്ട് ഉപയോഗിക്കും. അതായത് ഇത് ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലവറാണ്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഫ്ലവർ ഒരു 3 ദിവസം വരെയൊക്കെ ഈ ഫ്ലവർ വാടാതിരിക്കുന്നത് കൊണ്ട് ഇതിനെ ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കും. കട്ട് ഫ്ലവറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുള്ള കളേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ബാച്ചിൽ എത്തിയിട്ടുള്ളതിൻ്റെ പ്ലാന്റ്സിൻ്റെ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഒന്ന് പിങ്ക്, ഈ ഒരു പിങ്കാണ് ഒരു കളറ്. അടുത്തത് ഈ ഒരു കളർ നല്ലൊരു ഡാർക്ക് കളറാണ്, വടമല്ലി കളറ് അല്ലേ, ഡാർക്ക് കളറായിട്ട് ഉള്ളൊരു കളറാണ് അടുത്തത്. ഇതിലൊരു പൂവുകൾ, ബാക്കി മുട്ടുകളാണ്, വിരിയാനുള്ള മുട്ടുകൾ. പിന്നെ വൈറ്റിലും ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൽ 3 പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. നിറച്ച് മുട്ടുകളാണ്. ഈ വലിപ്പത്തിലുള്ള ചെടികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ ഒരു ഇത്രയുള്ള പോട്ടി പിടിപ്പിച്ച ഈ വലിപ്പത്തിലുള്ള ചെടികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. 50 രൂപയ്ക്കാണ് നമ്മൾ ഈ വലിപ്പത്തിലുള്ള ചെടികൾ വിൽക്കുന്നത്. 50 റുപ്പീസിനാണ് നമ്മൾ ഈ വലിപ്പത്തിലുള്ള ചെടികൾ സെയിൽ ചെയ്യുന്നത്. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. നമ്മൾ DTTC കൊറിയർ സർവീസ് വഴിയാണ് ദൂരെയുള്ളവർക്ക് പ്ലാന്റുകൾ അയച്ചു കൊടുക്കാറുള്ളത്. ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് അയക്കാൻ ഡിലേ വന്നിട്ടുണ്ട്. ഇലക്ഷൻ്റെ അവധിയായിരുന്നു, ഇനിയിപ്പോൾ വിഷുവിൻ്റെ അവധി ഒക്കെ ആയിട്ട് കുറച്ച് പ്ലാന്റ്സ് നമ്മൾ അയച്ച് തീർന്നിട്ടില്ല ഇതുവരെയും. അപ്പോൾ ഞാൻ അവരോട് പേഴ്സണലായിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നേരിട്ട് വരാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് നമ്മുടെ ഹോം ഗാർഡൻ നഴ്സറി. നേരിട്ടൊന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.